നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതുകളാ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം, നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം. ഇനിയും വീരം കണ്ടത്ത് പോയി വീരം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. എന്താ ഈ കോടതിയിലൊക്കെ കയറാന്ന് പറഞ്ഞാ ഞാനില്ല. എന്നെ ഇട്ടേക്ക്. കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കോ? എടാ, നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബ്ബിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസനം നിനക്ക് ആഗ്രഹില്ലേ? എനിക്കൊരു ലവ് ഉണ്ട്. അതുണ്ടോ? പക്ഷെ ഇട്ടിച്ച ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, വന്ന വഴിക്ക് പോടാ. ഞാൻ റെഡിയാ. അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും. ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ ഐലിയുടെ കാര്യം നോക്കിക്കൊള്ളുകയും വേണം. അപ്പൊ സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ സല്യൂട്ട് ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്ന. അയ്യോ, ഗ്ലാസ് പൊട്ടി. 10 രൂപന്റെ ചില്ലല്ലേ പോട്ടെ. എന്നതാ ഇത്? എന്നതാണെന്നേ? ഏതാണ്ട് എന്തൂരിച്ചാണോ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം. അതിന്റെ അപ്പന്റെ ഇംഗ്ലീഷ് അല്ലേ കാണാൻ പാടില്ല. മോനെ, എന്താ അമ്മച്ചി? ആ ജോർജ് കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ, അവൻ വായിച്ചു തരുമെന്നേ. അവൻ വായിച്ചു തരും. എന്താ ഇത്? എന്നതാന്ന് ഒന്ന് നോക്കിയേ മോനെ. ഇപ്പൊ ആ പോസ്റ്റ്മാൻ കൊണ്ട് തന്നേച്ചും പോയതാ. Mr. Tietjen, this notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutti, wife of Mathukutti, Cheerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defer her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client, including the legal charges of this notice. ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലെടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീലാരാണെന്ന് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, എന്നാടാ? വാസുദേവ മേനോൻ ഉഗ്രം വക്കീലല്ലേ. നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ. ഓ, ഒരു ചക്ക വീണപ്പോ മൊയലി എത്തുന്ന വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും. ഇത് ചക്കയും മൊയിലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്തോ. ഈശോ, ഇയാളെപ്പോ വന്നു ചോദിച്ച കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇട്ടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നവരെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി, വാടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു, എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ, ബലപ്രയോഗം നടത്തുന്നേ, എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്നാ നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? വളരെ ഉപകാരം സാർ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ.
എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? പോണം. ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ SI ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയിരുന്ന വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ല. വർഗീസ് സാറിനെ ആൻഡോയുടെ അടുത്ത് വെച്ചിട്ട് എന്തായി? ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ആലിസേ, നിന്റെ അപ്പച്ചനോട് പറ വാസുദേവൻ വക്കീലിന് എനിക്ക് പരിചയമുണ്ടെന്ന്. ഒന്ന് വിളിച്ചു ചോദിച്ചു. ഒന്ന് ചോദിച്ചടി. അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയെ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല, അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ മറ്റോ വേണ്ടി വരും. ഏതവനായാലും വിളിക്കാൻ പറയടി. ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ. മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മച്ചി, ഇത്തിരി ജീരവെള്ളം കെടുത്തേ. ആ, നീ എന്താ ഒന്നും കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ. കഴിക്കാം. അപ്പച്ചാ, ആ ചിക്കൻ 2 പീസ് എടുത്ത് കൊടുത്തേ. അന്ന് ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് തൊട്ടിട്ട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണമെന്ന്. അതെ അതെ. അപ്പച്ചാ, ആ ചറൊന്നെടുത്തേ. അയ്യോ, അവിടെയല്ലേ, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ. ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ? വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാം. അതെ അതെ. അപ്പച്ച പ്രകാശം ചപ്പാത്തി എന്താന്ന് വെച്ച് കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഏതിനുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തും. അയ്യോ, ആർക്കും ഓപ്പറേഷൻ? അയ്യോ, പോട്ടെ. കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ആദ്യം ഏത് ലവ് മാരേജ്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റോയ്ക്ക് കാശൊരു പ്രശ്നമല്ല. പിന്നെ നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയുള്ള ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെരപണി. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാൻ ഞാനും. നല്ല കാര്യമല്ലേ അല്ലേ മിലിറ്ററി? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയറ്റ് വേണോ? ഏതായാലും